ഹായ് ഗൈസ്, നമുക്കിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പനീർ മട്ടർ മസാല ഉണ്ടാക്കി വെക്കാലോ. പെട്ടെന്ന് റെസിപ്പി നോക്കാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സാധാ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മളിനി കുനുകുനാ അരിഞ്ഞു വെച്ച ഒനിയൻസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അത് 2 തക്കാളി ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനധികം മസാല ചേർത്ത് കൊടുക്കാം. ഇത് സാധാ ജീരകത്തിന്റെ പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ മട്ടർ എടുത്തിട്ടുണ്ട്, നമുക്ക് മട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയും മട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളക്കുന്നുണ്ട്. നമുക്കൊരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. നമ്മൾ പനീർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എനിക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഞങ്ങളത് ഷാലോ ഫ്രൈ ചെയ്യാതെ എടുത്തിട്ടുണ്ട്. നമുക്കതിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇനി ആവശ്യത്തിന് നിങ്ങളുടെ ഗ്രേവി അനുസരിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ കുറുകി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ എടുത്തന്നെ ക്യാഷ്യൂ പേസ്റ്റ് ആക്കിയതാണ് സോക്ക് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇടാം. നമുക്കതിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം.